അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ലഹരി ഉപയോഗം സ്വപ്നം കണ്ടാൽ, അതായത് മസ്ത് സ്വപ്നം കണ്ടാൽ, മസ്ത് നമ്മൾ അറിയാം, നമ്മൾക്ക് എങ്ങനെയാണ് മസ്താവുക? ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്താൽ മസ്താവാറുണ്ട്. കള്ള് കുടിച്ചാൽ, MDM യൂസ് ചെയ്താൽ, അതുപോലെ തന്നെ കഞ്ചാവ് യൂസ് ചെയ്താൽ, അങ്ങനെയുള്ള ഇപ്പോഴുള്ള പല ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്താൽ നമ്മൾ മസ്താവാറുണ്ട്. അങ്ങനെ മസ്ത് സ്വപ്നം കണ്ടാൽ അത് പല വിധത്തിലുമുണ്ട് മസ്തട്ടോ. സാധാരണ അനുമാനത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് നമ്മൾ ലഹരിക്ക് അടിമയാകും, കുടിയനാകും എന്നൊക്കെ ആയിരിക്കും നമ്മൾ വ്യാഖ്യാനിക്കുക. മസ്തായാൽ ലഹരി ഉപയോഗിക്കുന്ന സ്വപ്നം കണ്ടാൽ നമ്മൾ ലഹരി ഉപയോഗിക്കുന്ന ആളായി പോകും, അല്ലെങ്കിൽ കള്ളുകുടിയനായി പോകും. അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളായിരിക്കും, നമ്മൾ അനുമാനത്തിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളായിരിക്കും നമ്മൾ സ്ഥിരീകരിക്കുക. എന്നാൽ മഹാനായ ഇമാം നാബൽസി അവിടുത്തെ കിതാബിൽ 256 പേജിൽ പറയുന്നു, ഉറക്കിൽ ഒരാൾ മസ്ത് പിടിച്ചതായി സ്വപ്നം കണ്ടാൽ സന്തോഷത്തിൻ്റെ പേരിൽ അതിൻ്റെ വ്യാഖ്യാനം കുറിക്കുന്നു. അതായത് എനിക്ക് സന്തോഷമുണ്ട്, രോഗങ്ങളെ തൊട്ടുള്ള ശമനം, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുമെന്നും വ്യാഖ്യാനിക്കുന്നു. ഇപ്പം നല്ലതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്ന സ്വപ്നം കണ്ടാൽ, അല്ലെങ്കിൽ മസ്ത് പിടിപ്പിക്കുന്ന, ലഹരിയല്ല മസ്ത് സ്വപ്നം കണ്ടാൽ, അങ്ങനെയുള്ള ഒരാൾ സ്വപ്നം കാണുകയാണെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുമെന്നും രോഗങ്ങളെ തൊട്ടുള്ള ശമനം ഉണ്ടാകുമെന്നുമാണ് ഈ സ്വപ്നം കൊണ്ട് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ രീതിയിൽ ലഹരി ഉപയോഗിക്കുമ്പോൾ അവർ ആനന്ദിക്കുന്നുണ്ടല്ലോ. സാധാരണ രീതിയിൽ അവരുടേതായ ആനന്ദമുണ്ട്, ഈ ലോകത്ത് നിന്ന് ഉണ്ടാവില്ല, പാറിപ്പറന്ന് നടക്കുകയാണെന്നുള്ളൊരു ആനന്ദം. അത് തെറ്റാണ്, തികച്ചും ഇസ്ലാമികമല്ല, അത് തെറ്റ് തന്നെയാണ്. അപ്പോൾ അവർ ആനന്ദിക്കുകയാണ് ചെയ്യുന്നത് അതുവഴി. ആ ആനന്ദമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പോകുമെന്നും മാറുമെന്നും രോഗങ്ങളെ തൊട്ടുള്ള ശമനം ഉണ്ടാകുമെന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.